നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമാകുന്നതിനിടയിൽ ഇന്ത്യക്ക് അനുകൂലമായി ഒരുപാട് രാജ്യങ്ങൾ വന്നിരുന്നു. പക്ഷേ ഇന്ത്യയെ ഏറ്റവും വേദനിപ്പിച്ചതും അല്ലെങ്കിൽ ഇന്ത്യക്ക് ഏറ്റവും തിരിച്ചടിയായതും തുർക്കി സ്വീകരിച്ച നിലപാടാണ്. ഇന്ത്യ ഒരു ആപത്ഘട്ടത്തിൽ തുർക്കിയെ സഹായിച്ചു. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ, ഇന്ത്യ പാക് പോരാട്ടം വന്ന സാഹചര്യത്തിൽ തുർക്കി പാകിസ്ഥാൻ അനുകൂലമായുള്ള നിലപാടാണ് സ്വീകരിച്ചത്. മാത്രമല്ല, പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് അയച്ച അല്ലെങ്കിൽ ഇന്ത്യയെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെ അയച്ച പല ആയുധങ്ങളും നമ്മൾ നിർവീര്യമാക്കി. അതെല്ലാം തുർക്കി പാകിസ്ഥാന് നൽകിയ ആയുധങ്ങളാണെന്ന് പിന്നീട് മനസ്സിലാക്കാനും സാധിച്ചു. ഇതെല്ലാം ഇന്ത്യക്ക് നമ്മളെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരുന്നു, തുർക്കിയുടെ ഈ നന്ദികെട്ട നിലപാട്. ഇപ്പോൾ ഇതാ തുർക്കിയിൽ നിന്നൊരു നിർണായക വാർത്ത വരുന്നു. അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. തുർക്കിയുടെ ആകാശത്ത് ഒരേ സമയം 2 മലയാളി വിമാനങ്ങൾ കണ്ടിരിക്കുകയാണ്. അതായത് തുർക്കിയുടെ വ്യോമപാതകളിലൂടെ ഇവ പരസ്പരം മറികടന്നു പോയി എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്നലെ തുർക്കിയുടെ പ്രാദേശിക സമയം രാവിലെ 11:30 ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. സമുദ്രനിരപ്പിൽ നിന്നും 40,000-ലേറെ അടി ഉയരത്തിലായിരുന്നു വിമാനം എതിർദിശയിൽ പറന്നത്. പ്രമുഖ മലയാളി വ്യവസായികളായ രവി പിള്ളയുടെ ഗൾഫ് സ്ട്രീം G600 T7 രവി ഈ വിമാനവും PNC മേനോന്റെ ഗൾഫ് സ്ട്രീം G500M എനോൻ എന്ന വിമാനവുമാണ് ഇത്തരത്തിൽ പറന്ന് ചരിത്രം കുറിച്ചിരിക്കുന്നത്. വിമാനങ്ങൾ തുർക്കിയിലെ വ്യോമപാതകളെ മറികടന്നു. ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്ന് T7 രവി വിമാനം രാവിലെ 7:44 ഡൽഹിയിലേക്ക് പറന്നുയരുകയായിരുന്നു. എനോൻ വിമാനം ഇംഗ്ലണ്ടിലെ ഫാൻബറയിലേക്ക് രാവിലെ 9:19 ദുബായിൽ നിന്ന് പറക്കുകയായിരുന്നു. 48,325 അടി ഉയരത്തിൽ മണിക്കൂറിൽ 900 കിലോമീറ്ററിലേറെ വേഗതയിലായിരുന്നു T7 രവി വിമാനം പറന്നത്. എനോൻ വിമാനം 43,000 അടി ഉയരത്തിൽ മണിക്കൂറിൽ 866 കിലോമീറ്റർ വേഗതയിലാണ് പറഞ്ഞത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വാർത്ത ഏറെ ശ്രദ്ധേയമാവുകയാണ്. അതേസമയം തുർക്കിയോട് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട്, ആ നിലപാടിൽ യാതൊരു മാറ്റവുമില്ല. തുർക്കിയുടെ ഇരട്ടത്താപ്പിന് ഇന്ത്യ കൃത്യമായ മറുപടി നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് തുർക്കിയോടുള്ള നിലപാട് കടുപ്പിച്ച് തുർക്കി കമ്പനിക്കെതിരെ കടുത്ത നടപടി കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നു. തുർക്കി എയർലൈൻസുമായുള്ള കരാർ റദ്ദാക്കാൻ ഇൻഡിഗോയ്ക്ക് DGCA നിർദ്ദേശം നൽകിയിരുന്നു. DGCAയുടെ നിർദ്ദേശം തുർക്കിക്ക് കനത്ത തിരിച്ചടിയായി മാറി. 3 മാസത്തിനകം ബോയിങ് 77 വിമാനങ്ങൾ വാടകയ്ക്കെടുത്ത കരാർ റദ്ദാക്കിയിരിക്കണമെന്നാണ് DGCA നിർദ്ദേശിച്ചത്. എന്നാൽ ഇൻഡിഗോ കമ്പനി 6 മാസത്തെ സമയം ആവശ്യപ്പെട്ടിരുന്നു. പെട്ടെന്ന് ഇത് നടപ്പിലാക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെയാണ് 6 മാസത്തെ സാവകാശം ചോദിച്ചത്. പക്ഷേ കേന്ദ്രം 6 മാസത്തെ സമയം അനുവദിക്കുന്നത് നിഷേധിച്ചു. 6 മാസം സമയം നൽകാനാകില്ല, 3 മാസത്തിനുള്ളിൽ ഈ ഒരു ബന്ധം കരാർ റദ്ദാക്കണം എന്നതടക്കമുള്ള നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ നൽകിയത്. മാത്രമല്ല, ഇനി കരാർ നീട്ടരുതെന്നും DGCA നിർദ്ദേശിച്ചു. നേരത്തെയും ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരുന്നു. തുർക്കി കമ്പനിയായ സെലബിയുമായുള്ള വിമാനത്താവളങ്ങളെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കരാറും റദ്ദാക്കിക്കൊണ്ടുള്ള നടപടി ഇന്ത്യ അന്ന് സ്വീകരിച്ചിരുന്നു. യാത്രകൾ ബഹിഷ്കരിച്ച് ഇന്ത്യൻ വിനോദസഞ്ചാരികളും തുർക്കിക്ക് നൽകുന്നത് കനത്ത തിരിച്ചടിയാണ്. ഇന്ത്യൻ വിനോദസഞ്ചാരികൾ വരാതായതോടെ തുർക്കിയുടെ ടൂറിസം മേഖലയ്ക്ക് വലിയ നഷ്ടമുണ്ടായി. ഇന്ത്യ പാക് പോരാട്ടത്തിൽ തുർക്കി പാകിസ്ഥാൻ അനുകൂലമായി നിന്നതോടെ തുർക്കിക്ക് വലിയ തിരിച്ചടിയാണ് നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി നൽകുന്നത്. തുർക്കിയുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നമ്മുടെ രാജ്യത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ബഹിഷ്കരണം എന്ന രീതിയിലേക്ക് ഇന്ത്യക്കാർ എത്തിയിട്ടുണ്ട്. ഗ്രീസും ഈജിപ്തുമാണ് ഇന്ത്യക്കാർ തുർക്കിക്ക് പകരം ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നത്. 2024 3.3 ലക്ഷം ഇന്ത്യക്കാരാണ് തുർക്കി സന്ദർശിച്ചത്. ഇതേ കാലയളവിൽ 2.4 ലക്ഷം ഇന്ത്യക്കാർ അസർബൈജാനും സന്ദർശിച്ചു. ഇത് ഈ രാജ്യങ്ങളുടെ ടൂറിസം സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ രീതിയിലുള്ള വളർച്ചയാണ് നൽകിയത്. കഴിഞ്ഞ വർഷം മാത്രം തുർക്കിയുടെയും അസർബൈജാന്റെയും ടൂറിസം സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇന്ത്യക്കാരുടെ മാത്രം സംഭാവന 69 ബില്യണിലധികമായിരുന്നു. പാകിസ്ഥാന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതോടെ വൻ തിരിച്ചടിയാണ് തുർക്കിക്ക് കിട്ടിയത്. എർദോഗാന്റെ തുർക്കി പാകിസ്ഥാൻ പക്ഷപാതികളാണ്. പഹൽഗാം ആക്രമണത്തിന് ശേഷം ലോകം മുഴുവൻ ഭീകരവാദത്തെ തള്ളിപ്പറഞ്ഞിരുന്നു. എന്നാൽ തുർക്കി ആകട്ടെ ഇസ്താംബുൾ ഇസ്ലാമാബാദ് ബന്ധം തുടർന്നു. ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളും തുർക്കിയുടേതാണ് എന്ന വിവരവും നമ്മളെ സംബന്ധിച്ച് വളരെ നടുക്കുന്നത് തന്നെയായിരുന്നു. പാകിസ്ഥാന്റെ F-16 വിമാനങ്ങളുടെ അപ്ഗ്രഡേഷൻ സഹായി കൂടെയാണ് തുർക്കി. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ എപ്പോൾ തിരിച്ചടിക്കുമെന്ന ആശങ്ക ഇസ്ലാമാബാദിനുണ്ടായിരുന്നപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വീട്ടിൽ വിളിച്ചു വരുത്തി ഉപദേശം തേടിയിരുന്നത് തുർക്കി അംബാസിഡറോടായിരുന്നു. 2023 തുർക്കിയെ നടുക്കിയ ഭൂകമ്പത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ആദ്യമെത്തിയ രാജ്യങ്ങളൊന്ന് ഇന്ത്യയായിരുന്നു. ആ ഇന്ത്യയോടാണ് തുർക്കി ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചതെന്നതും നന്ദികേടിന്റെ ഉദാഹരണമായി മാറി. ഓപ്പറേഷൻ ദോസ്ത് എന്നായിരുന്നു ഇന്ത്യ അന്ന് ആ ദൗത്യത്തിന് പേരിട്ടത്. കോൺക്രീറ്റ് പാളികളിൽ നിന്നും മണ്ണിനടിയിൽ നിന്നുമൊക്കെ നിരവധി ജീവനുകൾ ഇന്ത്യ പുറത്തെടുത്തു. എന്നിട്ടും തുർക്കി ഒരു ആപത്ഘട്ടം വന്നപ്പോൾ ഇന്ത്യക്കൊരു
പ്രശ്നഘട്ടം വന്നപ്പോൾ ഇന്ത്യക്കെതിരെയുള്ള നിലപാട് സ്വീകരിച്ചത് തീർച്ചയായിട്ടും അത് നമുക്ക് രാജ്യത്തിനേറ്റ കനത്ത തിരിച്ചടി എന്നതിലുപരി അതൊരു മുറിവ് തന്നെയാണ്. പക്ഷെ അതിന് തക്കതായ മറുപടി നമ്മൾ നൽകുന്നുണ്ട് തുർക്കിക്ക് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. തിരിച്ചടിക്ക് തിരിച്ചടി തന്നെ. അതായത് ഈ ഒരു ഇത്തരത്തിൽ ഈ തുർക്കിയുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇന്ത്യക്കാർ ബഹിഷ്കരിക്കുന്നു. വലിയ രീതിയിൽ തുർക്കിക്ക് അതൊരു നഷ്ടമുണ്ടാകുന്നു. മാത്രമല്ല കരാറുകൾ റദ്ദാക്കുന്നു, തുർക്കിക്കെതിരെയുള്ള നിലപാടുകൾ നമ്മളുടെ രാജ്യം കടുപ്പിക്കുന്നു. അങ്ങനെ ഒരുപാട് നടപടികൾ നമ്മൾ തുർക്കിക്കെതിരെ സ്വീകരിക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ അനുകൂല നിലപാട് പരസ്യമായി സ്വീകരിച്ചതാണ് തയ്യിബ് എർദോഗൻ. എൻ്റെ സഹോദരങ്ങൾക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നായിരുന്നു എർദോഗൻ പ്രതികരിച്ചത്. ഇന്ന് ലോകത്തെ ഏറ്റവും അധികം ശത്രുക്കളുള്ള രാഷ്ട്രങ്ങളിൽ ഒന്നാണ് തുർക്കി. അയൽക്കാർക്കും അല്ലെങ്കിൽ അയൽ രാജ്യങ്ങൾക്കും എങ്ങനെ ഒരു പണി കൊടുക്കാം എന്ന ആലോചനയിലാണ് തുർക്കി എന്ന രാഷ്ട്രമായിരിക്കുന്നത്. എന്തായാലും പാകിസ്ഥാന് നൽകിയ പിന്തുണയിൽ തുർക്കി അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ്. മാത്രമല്ല പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തുർക്കിയുടെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് വ്യവസായം വലിയ രീതിയിൽ ബാധിച്ചു. ഇന്ത്യൻ വെഡ്ഡിംഗ് പ്ലാനർമാരുടെ വ്യാപക ബഹിഷ്കരണത്തെ തുടർന്ന് ആഡംബര ടൂറിസത്തിന്റെ പ്രധാന ഘടകമായിരുന്ന ഈ മേഖല തകർച്ചയിലാണ്. ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് കേന്ദ്രങ്ങളിൽ വർഷം തോറും നടക്കുന്ന ഇന്ത്യൻ വിവാഹങ്ങൾ തുർക്കിയുടെ ടൂറിസം സമ്പദ് വ്യവസ്ഥയിലേക്ക് $140 മില്യൺ സംഭാവന ചെയ്യുന്നുണ്ട്. വിവാഹിതരാകാൻ ഒരുങ്ങുന്നവരുടെ പ്രിയപ്പെട്ട ഇടങ്ങളായിരുന്നു ഇസ്താംബൂളിലെ കൊട്ടാരങ്ങൾ മുതൽ ബോഡ്രമിലെ തീരദേശ റിട്രീറ്റുകൾ വരെ. 2024 മാത്രം 50ഓളം ആഡംബര ഇന്ത്യൻ വിവാഹങ്ങൾക്ക് തുർക്കി ആതിഥേയത്വം വഹിച്ചിരുന്നു. ഓരോ വിവാഹത്തിന്റെയും ശരാശരി ചെലവ് $3 മില്യൺ ആയിരുന്നു. $8 മില്യൺ വരെ ചെലവ് വന്ന വിവാഹങ്ങളും ഉണ്ടായിരുന്നു. പലപ്പോഴും ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ പ്രാദേശിക കച്ചവടക്കാർക്കും ടൂറിസവുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾക്കും വലിയ ഉത്തേജനമാണ് നൽകിയത്. 100 പേർ പങ്കെടുക്കുന്ന സാധാരണ തുർക്കി വിവാഹങ്ങൾക്ക് $1,600 $5,400 ഇടയിലാണ് ചെലവ് വന്നത്. അതേസമയം 100 അതിഥികൾ പങ്കെടുക്കുന്ന സാധാരണ ഇന്ത്യൻ വിവാഹങ്ങൾക്ക് $3,85,000 പാക്കേജുകൾ തുടങ്ങുന്നത്. 2018 13 ഡെസ്റ്റിനേഷൻ വിവാഹങ്ങളാണ് തുർക്കിയിൽ നടന്നത്. 2024 ആയപ്പോൾ 300% വർധനവുണ്ടാവുകയും 50 ഡെസ്റ്റിനേഷൻ വിവാഹങ്ങൾ നടക്കുകയും ചെയ്തു. എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പൊട്ടിപ്പുറപ്പെട്ട രാഷ്ട്രീയ സംഘർഷങ്ങൾ തുർക്കിയിലെ ഡെസ്റ്റിനേഷൻ വിവാഹങ്ങളെ വലിയ രീതിയിൽ ബാധിച്ചു. 2000ഓളം ടൂറിസ്റ്റ് ബുക്കിംഗുകളാണ് ഇതുവരെ റദ്ദാക്കിയത്. 2025 നിശ്ചയിച്ചിരുന്ന 50 ഇന്ത്യൻ വിവാഹങ്ങളിൽ 30 വിവാഹങ്ങളെയും ഇത് ബാധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇവ റദ്ദാക്കുന്നതിലൂടെ $90 മില്യൺ വരെ നഷ്ടം തുർക്കിക്ക് ഉണ്ടായേക്കുമെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരം. അതേസമയം ഇന്ത്യ പാക് സംഘർഷം തുർക്കിയുടെ ടൂറിസം മേഖലയ്ക്ക് കനത്ത തിരിച്ചടി നൽകിയത് തുർക്കി ഇന്ത്യയോട് സ്വീകരിച്ച ആ നന്ദിയില്ലാത്ത നിലപാട് കൊണ്ട് തന്നെയാണ്. മാത്രമല്ല ഇന്ത്യൻ യാത്രക്കാരുടെ പിൻവാങ്ങലും തുർക്കിക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയത്. മെയ് മാസത്തിന്റെ തുടക്കത്തിൽ മേക്ക് മൈ ട്രിപ്പ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം തുർക്കിയിലേക്കുള്ള വിമാന ടിക്കറ്റ് ബുക്കിംഗിൽ 60% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റദ്ദാക്കലുകളുടെ എണ്ണം 250% ഉയർന്നു. ഈസി മൈ ട്രിപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമായ നിഷാന്ത് പിറ്റിയുടെ കണക്കനുസരിച്ച് 2023 2 ലക്ഷം ഇന്ത്യൻ വിനോദസഞ്ചാരികളാണ് തുർക്കി സന്ദർശിച്ചത്. ഇത് 2022 2.3 ലക്ഷം സന്ദർശകരെ അപേക്ഷിച്ച് 25% വർധനവാണ്. മാത്രമല്ല തുർക്കിയുടെ എയർലൈൻസ് ഓഹരി വിലയും ഇടിഞ്ഞു. തുർക്കി എയർലൈൻസിന്റെ ഓഹരി വില 312.75 തുർക്കി ലിറയിൽ നിന്ന് 279.75 തുർക്കി ലിറയായി കുറഞ്ഞു. ഈ കാലയളവിൽ 10.55% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ ഫ്ലൈറ്റ് റദ്ദാക്കലുകളാണ് തുർക്കി എയർലൈൻസിന്റെ ഓഹരി വില സമ്മർദ്ദത്തിലാക്കിയത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം തുർക്കി പാകിസ്ഥാനെ പിന്തുണച്ചതോടെ ഇന്ത്യയിൽ നിന്നുള്ള പുതിയ ബുക്കിംഗുകൾ ഗണ്യമായി കുറയുന്ന സാഹചര്യമുണ്ടായി. നിരവധി ഇന്ത്യൻ വിനോദസഞ്ചാരികൾ തുർക്കി സന്ദർശിക്കുന്നതിനാൽ കമ്പനിയുടെ ത്രൈമാസ ഫലങ്ങൾ പുറത്തുവരുമ്പോൾ ഓഹരി വിലയിൽ കൂടുതൽ ഇടിവ് വരാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.